പാസ്റ്റർ നമസ്കാരം. നമസ്കാരം. ഓരോ ദിവസം ചെല്ലുന്തോറും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലുമെല്ലാം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. വാർത്ത എന്ന് അതിനിപ്പോൾ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല, കാരണം അത് സാധാരണഗതിയിലുള്ള ഒരു വർത്തമാനമായി മാറിയിരിക്കുന്നു. നമ്മുടെ അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മലയാളി യുവതികളെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന പെൺവാണിഭത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയ അല്ലെങ്കിൽ അവിടെ ഫാഷൻ ഡിസൈനിങ് രംഗത്ത്, ഫാഷൻ രംഗത്ത്, അവരുടെ മേക്കപ്പ് രംഗത്തൊക്കെ വലിയ വലിയ സാധ്യതകളുണ്ടെന്ന് പറഞ്ഞ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ഫാഷൻ ഡിസൈനിങ്ങിലുമൊക്കെ അല്ലെങ്കിൽ മോഡലുകൾക്കുമൊക്കെ അവിടെ മോഡലിങ്ങിനൊക്കെ വലിയ സാധ്യതകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ചെറിയ പെൺകുട്ടികൾ, അതായത് 20-ഉം 28-നും വയസ്സിനിടയിലുള്ള ജീവിതത്തിൽ വലിയ ആഗ്രഹത്തോടുകൂടി ഉയരങ്ങൾ വെട്ടിപ്പിടിക്കാൻ താല്പര്യമുള്ള, കാണാൻ കൊള്ളാവുന്ന ആരോഗ്യവതികളായിട്ടുള്ള കുട്ടികളെ തേടിപ്പിടിച്ച് അവിടെ കൊണ്ടുപോവുകയും അവിടെ ചെന്ന് കഴിഞ്ഞ് അവരൊരു പ്രത്യേക രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റുകയും ആ രഹസ്യ സങ്കേതത്തിൽ വെച്ച് ഇവർ കൊടുക്കുന്ന പാനീയങ്ങളിൽ സാധാരണ സിനിമകളിലൊക്കെ കാണുന്ന പോലെ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്ത് അവരെ ബോധം കെടുത്തിയിട്ട് അവരെ മറ്റേ ആളുകൾക്ക് വിൽപ്പന നടത്തുക, അതായത് ലൈംഗിക കച്ചവടത്തിന് വേണ്ടി വിൽപ്പന നടത്തുക. ഈ കുട്ടികൾ ഇവിടെ നിന്ന് പാസ്പോർട്ട് എടുക്കുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ ഫോട്ടോസ് അവിടെ പല ആളുകളെയും ഇടപാടുകാരെ കാണിച്ച് റേറ്റ് ഉറപ്പിച്ചിട്ടാണ് കച്ചവടം അവിടെ ഉറപ്പിക്കപ്പെടുന്നു. ഇവരിവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് ഫോട്ടോ കൊടുക്കുമ്പോൾ മുതൽ അവിടെ കച്ചവടം ഉറപ്പിക്കപ്പെടുന്നു. ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. മലയാളികളടക്കമുള്ള 3 സ്ത്രീകളെ ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ഒരു മാഫിയ, വൻ റാക്കറ്റ് ആണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12 വർഷത്തിനപ്പുറമാണ് എന്നുള്ളതാണ്, മാതൃഭൂമി പത്രം തന്നെ ഇത് വലിയ പ്രാധാന്യത്തോടുകൂടി ഇത്തരം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ഈ വീട്ടുജോലിക്ക് എന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ടുപോയ ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്നത് ഒരു ദിവസം 45 പേരോളം ആളുകളാണ് ആ സ്ത്രീയെ പീഡിപ്പിച്ചത് എന്നുള്ളതാണ്. എന്തോ അവരുടെ ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് ആ സ്ത്രീ ജീവനോടുകൂടി പിന്നീട് തിരിച്ചെത്തിയത്. അപ്പോൾ അത്രത്തോളം മൃഗീയമായ ക്രൂരമായ പീഡനങ്ങൾ നടക്കുന്നു. സ്ത്രീകൾ തന്നെയാണ് ഇതിന് നിൽക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് അതിലൂടെ സമ്പാദിക്കുന്നത് എന്ന് പറയുമ്പോൾ, നമ്മുടെ നാട്ടിലെ സദാചാര മൂല്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് പുറത്തൊരു രാജ്യത്ത് ദുബായിൽ ഇത് നടക്കുമ്പോൾ തീർച്ചയായും ഇന്നിപ്പോൾ ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ നിയമം മൂലം അവർ ശിക്ഷിക്കും എന്നൊക്കെയാണ് പറയുന്ന നടപടികൾ എടുക്കുന്നു എന്ന് പറയുന്നു. എനിക്ക് ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഫവാസിനോട് ചോദിക്കാനുള്ളത്, നിമിഷപ്രിയ എന്ന് പറഞ്ഞ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നമ്മളതിന് തീരുമാനമാവാതെ നിൽക്കുന്നു. അവിടെ ML അവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നു. അവിടുത്തെ നിയമങ്ങളാണ്, ശരീഅത്ത് നിയമങ്ങളാണ് അവിടെ അവർക്ക് വിധിച്ചിരിക്കുന്നത്. അവരവിടുത്തെ ഒരു യമൻ പൗരനെ വധിച്ചു എന്നുള്ളതാണ് കേസ്. അവരുടെ നിയമപ്രകാരമാണ് അവർ ശിക്ഷിക്കുക. ഒരു കൊലപാതകം ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇവിടെ കേരളത്തിൽ നിന്ന് കാന്തപുരം മുസ്ലിയാരടക്കം ചാണ്ടിയുമ്മൻ അടക്കം പല ആളുകളും അവരുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ആ ശ്രമം ഒരു പരിധിവരെയൊക്കെ ഫലവത്തായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അവരുടെ അതാത് രാജ്യത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് അവിടുത്തെ ശിക്ഷ വിധിക്കും എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കേസിലും പറയപ്പെടുന്നവർക്ക് അത്തരം ഒരു മാതൃകാപരമായ ശിക്ഷ തന്നെയല്ലേ നടപ്പാക്കേണ്ടത്? കാരണം ഇനി ഒരിക്കലും ഇവിടെ നിന്ന് ജോലി തേടി പോകുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് ഇത്തരത്തിലൊരു ദുര്യോഗം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ പറഞ്ഞു കേൾക്കുന്നിടത്തോളം മലയാളികൾ തന്നെയാണ്. മലയാളികൾക്ക് ഇത്തരത്തോളം അസാൻമാർഗികമായ കേട്ടാൽ നമ്മൾ അറയ്ക്കുന്ന വെറുക്കുന്ന തരത്തിലുള്ള കാശ് എന്നുള്ള ഒറ്റ കാര്യം വെച്ചുകൊണ്ട് എല്ലാ മൂല്യങ്ങളും മറന്നുകൊണ്ട് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എന്താണ് ഫവാസിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പം ഈ ഒരു കേസിലിപ്പം വിക്ടിമിൻ്റെ പേര് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൽ 1-ാം പ്രതി എന്ന് പറഞ്ഞ സിന്ധു എന്ന് പറയുന്നൊരു സ്ത്രീയാണ്. 56 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ഇവരുടെയൊക്കെ സാങ്കേതിക താവളം എന്ന് പറയുന്നത് കൊച്ചി ബേസ്ഡാണ്. നമ്മൾ ആലോചിക്കണം, ഈ എറണാകുളം കൊച്ചി ബേസ്ഡാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കൊച്ചിക്ക് ഇത്തരത്തിലുള്ള ഡ്രഗ് മാഫിയ എന്നുള്ള പേര് അല്ലെങ്കിൽ പലതരത്തിലുള്ള നെഗറ്റീവ് ഇമേജ് വരാനുള്ള ഒരു കാരണം ഈ പറഞ്ഞ പോലെ അത് കൊച്ചിക്കാർ കൊണ്ടല്ല, എറണാകുളംകാരും അല്ല, പുറത്തുനിന്ന് വരുന്നവരാണ്. ബാക്കി ജില്ലക്കാരാണ് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ള അത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഇല്ല, അത് കൊച്ചിയിലാണ് ഉള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ എല്ലാ പേരും കൊച്ചിയുടെ തലയിലോട്ടാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ ഇനിയിപ്പോൾ 3-5 പ്രതികളെ കിട്ടിയിട്ടില്ല. അവർക്ക് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ബാക്കി 2 പേര് ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ട്. 1-ാം പ്രതിയിലൂടെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. അപ്പം ഇവിടുന്ന് പാസ്പോർട്ട് എടുക്കുമ്പോൾ തന്നെ എന്താ പറയുക, പാസ്പോർട്ട് എടുത്തു കൊടുക്കുന്നത് ഇവരാണ്.
ഇപ്പം ഈ പറഞ്ഞ പോലെ ഒന്നാം പ്രതി പാസ്പോർട്ട്, അപ്പോൾ പാസ്പോർട്ടൊക്കെ ഞാൻ ഇപ്പം ഒരു വ്യക്തിക്ക് പാസ്പോർട്ട് എടുത്ത് കൊടുക്കുന്നു, ഞാൻ പറയുന്നു അവിടെ ഫാഷൻ മോഡലിംഗ് നടക്കുന്നുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്, ഫാഷൻ ഡിസൈനിങ് നടക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സംഭവം ശരിയാണ്. അപ്പോൾ അത്തരത്തിൽ ആലോചിക്കുമ്പോൾ ഇവർ എന്താ പറയുക, ടിക്കറ്റ് എല്ലാ സാധനവും എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവർ ചിന്തിക്കും ഓക്കെ ഇത് ശരിയാണ് എന്നുള്ളതിലേക്ക്. അപ്പോൾ കാരണം ടിക്കറ്റിനുള്ള പൈസ അടക്കം അവർ കൊടുത്തിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്, നമ്മൾ 1 രൂപ ചിലവാക്കുന്നില്ല. പിന്നെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അവർ പറയും 4-5 ലക്ഷം രൂപ വേണം, അവിടെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് എന്നുള്ള തലത്തിൽ ആ കുട്ടിയോട് പറയുന്നു. അങ്ങനെ ആ കുട്ടികൾ ഇവിടുന്ന് പോകുന്നു. പിന്നീട് ദുബായിലെത്തിയതിന് ശേഷം ഏതോ ഒരു ഉൾഗ്രാമത്തിലോട്ട്, ഒരു പിന്നെ ഉള്ളൂരുള്ള സ്ഥലത്തോട്ട് അതെ ആ രഹസ്യ സംഘത്തിൽ കൊണ്ടിട്ട് അവിടെ പോയി പൂട്ടിയിടുന്നു എന്നുള്ള സാധനമാണ് പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ആ കുട്ടിക്ക് എന്താ പറയുക പെപ്സി കുടിക്കാൻ കൊടുക്കുന്നു. ആ പെപ്സിയിലും പല മയക്കുമരുന്നും കലർത്തുന്നു. അത് ആ കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഓരോരുത്തരെ ഈ 3-4 പ്രതികൾ അല്ല 3-5 പ്രതികൾ ഈ പറഞ്ഞ പോലെ ബാക്കിൽ ഇതുപോലെ പുരുഷന്മാർ ക്യൂ ആയി നിൽക്കുന്നു. ആ ക്യൂ ആയി നിൽക്കുന്നവരെ കയ്യിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നു, ഒരാളെ കയറ്റി വിടുന്നു, ഡോർ അടക്കുന്നു. അത് ഇവർ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അടുത്ത 2ാമത് ആളെ കയറ്റി വിടുന്നു, 3-ാമത് 4-ാമതും ഇങ്ങനെ ക്യൂ ആയി നിർത്തിയിട്ട്. ഏറ്റവും മൃഗീയമായ ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് കരുതരുത്. ഇതിൽ ഏറ്റവും മൃഗീയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ അബോധാവസ്ഥയിലാക്കിയ ഈ ലൈംഗിക കേളികളുടെ എല്ലാം ദൃശ്യങ്ങൾ, അതായത് നീലച്ചിത്രം പകർത്തിയിട്ട് ഭർത്താക്കന്മാരുള്ള കുട്ടികൾക്ക് അവരുടെ ഭർത്താക്കന്മാർക്ക് വാട്സപ്പിൽ ഈ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നു. കാരണം ഇതിനെതിരെ ശബ്ദിക്കുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് യൂട്യൂബ് വഴി ലോകം മുഴുവൻ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അത്രത്തോളം ജുഗുപ്സാവഹമായ രീതിയിൽ പെരുമാറുന്ന ഇവരെ എന്താണ് നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കണം? ഇവര് മനുഷ്യരാണ്, നമുക്ക് മനുഷ്യരെന്ന് പോലും എന്താ പറയാ പറയാൻ പറ്റാത്ത തരത്തിലുള്ള അത്രത്തോളം മൃഗീയ സ്വഭാവമുള്ള ഒരാൾക്കാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, സ്വന്തം ജെൻഡറിൽ പെട്ട, അത് ജെൻഡർ ഏതോ ആയിക്കോട്ടെ, ആണോ പെണ്ണോ ആയിക്കോട്ടെ, ജാതി ഏതായിക്കോട്ടെ, മതം ആയിക്കോട്ടെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പം അത്തരത്തിൽ കാണേണ്ട എന്താ പറയുക, സ്വന്തം പെങ്ങളായിട്ട് കാണേണ്ട അല്ലെങ്കിൽ അനിയത്തിയായി കാണേണ്ട ഇതേ ആൾക്കാരാണ് ഇത്തരത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റിവിടുന്നതും പല ആൾക്കാർക്ക് കാഴ്ചക്കാരായി വെക്കുന്നതും. ഇവർ കൊണ്ടുപോകുമ്പോൾ ഇവർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഓരോരുത്തർ കയറ്റിവിടുന്നു, അവരതിൽ നിന്ന് പൈസ വാങ്ങുന്നു, പീഡിപ്പിക്കുന്നു, ആ ഫോട്ടോസ് ഇവരെടുക്കുന്നു. അപ്പം ഈ ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം ഇവർ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ ഇടുന്നുള്ളത് ഭർത്താക്കന്മാരെയും അമ്മമാരെയും പറഞ്ഞ് പേടിപ്പിക്കുന്നു. അപ്പം അങ്ങനെ ഒരാളാണ് ഇവിടെ കേസ് കൊടുത്തതും പിന്നീട് വലിയ വിവാദമാവുന്നതും സിന്ധുവിനെ പോലുള്ള ആൾക്കാരെ പിടിക്കുന്നതും. അപ്പം സിന്ധുവിനെ പിടിച്ചപ്പോൾ പറഞ്ഞത് ഇത് ചെറിയൊരു റാക്കറ്റ് അല്ല, വലിയൊരു പകർന്നു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമായിട്ട് കിടക്കുന്ന ഒരു വലിയ റാക്കറ്റാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. പിന്നെ അത് കൂടാതെ പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം രാജ്യങ്ങളുടെ നിയമങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അറേബ്യൻ രാജ്യങ്ങൾ തന്നെ കുറച്ചും കൂടി വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ ദുബായ് എന്ന് പറയുന്നത്. അപ്പം അവിടെ കള്ള് കിട്ടും, ഈ പറഞ്ഞ പോലെ ഫാഷൻ ഡിസൈനിങ് നടക്കും. ഫാഷൻ ഡിസൈനിങ് മോശമാണെന്നല്ല, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ പറഞ്ഞ പോലെ കള്ള് കിട്ടും. ഇങ്ങനത്തെ അറേബ്യൻ രാജ്യങ്ങൾ അറിയാം, കള്ള് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, ശിക്ഷാപരമായ ഒരു കാര്യമാണ്. അപ്പം അതേ രാജ്യം, അത്തരത്തിൽ പോളിസിയുള്ള ഒരു രാജ്യം, ഈ കുറെ കള്ള് അതേപോലെ ഡാൻസ് പബ് ഇതെല്ലാം നടത്തുന്ന ഒരു രാജ്യമാണ് ഈ ദുബായ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ദുബായ് പറഞ്ഞ പോലെ വളരെ സുരക്ഷിതമാണ്. നമ്മൾ ഫോൺ പുറത്ത് വെച്ചാൽ പോലും നമുക്ക് ഫോൺ വരെ നഷ്ടപ്പെടില്ല, അത്രത്തോളം സെക്യൂർ ആയിരിക്കും, അവിടെ സേഫ് ആയിരിക്കും ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത്തരത്തിൽ പിൻഭാഗത്തിലൂടെ പല സാധനങ്ങളും നടക്കുന്നു. പക്ഷേ ഇൻ കേസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദുബായിലും സൗദി അറേബ്യയിലും യമനിലും കുവൈത്തിലും അതുപോലെ ബാക്കിയുള്ള അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം കട്ടെടുത്തു, ഞാനൊരു ഫോൺ കട്ടെടുത്ത് കഴിഞ്ഞാൽ ആദ്യം കയ്യണത് എൻ്റെ കൈയായിരിക്കും. അതെ, ശരീരത്ത് നിയമമാണ് അവിടെ. ആദ്യം ഈ കൈ, പിന്നെ ഈ കൈ, പിന്നെ മുട്ടുവരെ, പിന്നെ കാല്. ഒരു കൊലപാതകമാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ തല വെട്ടും. അപ്പോൾ ഇത്തരത്തിൽ പീഡിപ്പിക്കലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹത്തിന് തല വെട്ടും എന്നുള്ളതാണ്. അപ്പം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇന്ത്യൻ ജുഡീഷ്യറി രീതി പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് പല ക്രിമിനൽസ് പറഞ്ഞ പോലെ രക്ഷപ്പെട്ടു പോകുന്നത്. ഒന്ന് എടുത്ത് പറഞ്ഞോട്ടെ, കാരണം ഈ വലിയ വലിയ മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഇത്രയും വലിയ കുറ്റവാളികൾ. അവർ ഒരു തരത്തിലും മാനസാന്തരപ്പെടാൻ സാധ്യതയില്ലാത്ത ആളുകൾ തന്നെയാണ്. ഇത്രത്തോളം മൃഗീയമായ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ മാനസാന്തരപ്പെട്ടു വന്ന സമൂഹത്തിൽ എന്ത് സേവനം അവർ ചെയ്യുന്നത്? ഒരു കുഞ്ഞു കുട്ടികളെ ഇപ്പോൾ അടുത്ത ദിവസം നമ്മൾ കണ്ടു, 1 വയസ്സുള്ള ഒരു കുട്ടിയെ, 6 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയെ ട്രെയിനിൽ വെച്ച് മാനഭംഗപ്പെടുത്തിയ ഒരാൾ. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ നിയമത്തിന്റെ പരിരക്ഷ നൽകി എന്തിനാ നമ്മൾ സമൂഹത്തിലേക്ക് ഇറക്കുന്നതിൻ്റെ ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ പറയാൻ കാരണം ഞാനൊരു 2 പെൺകുട്ടികളുടെ പിതാവാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് രോഷം ഉണ്ടാകും. തീർച്ചയായും ഇതിനിപ്പോൾ ഫവാസ് പറഞ്ഞതുപോലെ ശരീഅത്ത് നിയമം ആ രാജ്യത്ത് വെച്ച് നടന്ന ഒരു കുറ്റകൃത്യമായതിൻ്റെ പേരിൽ ആ രാജ്യത്തെ വ്യവസ്ഥാപിതമായ നിയമവ്യവസ്ഥയിലൂടെ ഇവരെ ശിക്ഷിക്കാനുള്ള മാർഗമാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിൽ വെച്ച് നടക്കാത്ത ഒരു കുറ്റകൃത്യത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഉള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിന് ഒരു ലഘൂകരണം കിട്ടുകയാണെങ്കിൽ അതൊരിക്കലും ആ
ലഘൂകരണം, ശിക്ഷയിൽ ഇളവ് കിട്ടാൻ അവരൊരിക്കലും അർഹരല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു. ഒരു കാരണവശാലും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അവിടെ ദുബായിൽ വെച്ച് നടന്നതാണെങ്കിൽ അറബ് രാജ്യത്ത് വെച്ച് നടന്ന കാര്യം കുറ്റകൃത്യം എന്ന രീതിയിൽ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നമുക്കെതിരെ കേസെടുക്കുമോ കോടതി അലക്ഷ്യമാമോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്താണോ ആ രാജ്യത്ത് സംഭവിച്ചത് എന്ന് പറഞ്ഞതുപോലെ ആ രാജ്യത്ത് വെച്ച് നടന്നൊരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അവിടുത്തെ രീതി അനുസരിച്ച് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ ഒരു നിയമപരിജ്ഞാനത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു പരിമിതമായ ഒരു നിയമാവബോധത്തിൽ നിന്ന് ഊന്നി നിന്നുകൊണ്ട് ഒരു പൗരൻ എന്ന രീതിയിലും എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും നല്ല നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് അത് നമ്മളെ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമവ്യവസ്ഥ തന്നെയാണ്. ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ഈ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളോടും നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം ശരീരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിനോട് ഞാൻ യോജിച്ചുകൊണ്ടല്ല പറയുന്നത്, ഇത്തരം അല്ല നല്ല കാര്യങ്ങളും ഉണ്ട് അതിൽ. ഞാൻ പൂർണ്ണമായിട്ട് അതിന് ശരീരത്തിൻ്റെ ഒരുപാട്, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഒരു മോശമായ വശം അറേബ്യൻ കൺട്രീസിലുള്ളത്, ഇപ്പം ഒരാളെ കൊല്ലണത് കണ്ടു, ഇപ്പം ഒരു സ്ത്രീയാണ് അതിന് വിക്ടിം കണ്ടത്, ഒരു സ്ത്രീയാണ് അത് നേരിട്ട് കണ്ടത് എന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക തെളിവായിട്ട് അല്ലെങ്കിൽ ഒരു സാക്ഷിയായിട്ട് അവർ പരിഗണിക്കില്ല. കാരണം സ്ത്രീകളുടെ സാക്ഷ്യപത്രത്തിന് അവിടെ വിലയില്ല. അത് ആണാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന് വാല്യൂ. അതായത് രണ്ട് സ്ത്രീകൾ കണ്ട ഒരാണ് കണ്ടതിന് തുല്യം, അത്രേ വരുന്നുള്ളൂ. അപ്പം ഇത്തരത്തിൽ സ്ത്രീകൾ ഒരു കാഴ്ച നേരിട്ട് കണ്ട അവർ പറഞ്ഞു ഞങ്ങൾ നേരിട്ട് കണ്ടതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസ്തത കിട്ടുന്ന കാര്യമല്ല, വാലിഡിറ്റി ഇല്ല അവിടെ. അപ്പം ഇത്തരത്തിൽ നെഗറ്റീവായ ഒരു സാധനം ശരീരത്തെ നിയമത്തിലുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദർ വിൽ ബി സ്ട്രോങ് എന്താ പറയുക അതിശക്തമായിട്ടുള്ള ശിക്ഷ അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കൈവെട്ടുന്നത് തല വെട്ടുന്നതൊക്കെ. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമ്മൾ കണ്ടതാണ് ഡൽഹിയിൽ കൂട്ടബലാത്സംഗം ബസ്സിൽ വെച്ചെങ്ങാണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചതിൽ വെച്ച് ഞാൻ തോന്നുന്നു ഞാൻ കോളേജ് സമയത്തേക്കാണ് ഞാൻ സാധനം വായിക്കുന്നുണ്ടാവുക. ഞാൻ എന്താ പറയുക അത്ര മൃഗീയമായിട്ടാണ് ആ കുട്ടി അവിടെ മരിച്ചത് എന്നുള്ളതാണ്. സ്വന്തം കൂട്ടുകാരൻ്റെ കൂടെ സിനിമ കണ്ടു വരുമ്പോഴാണ് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. അപ്പം എന്താ പറയുക അന്ന് ഈ പറഞ്ഞ പോലെ അതിൽ ശിക്ഷ കിട്ടിയവരെ എത്ര പേരെ തൂക്കിക്കൊന്നു നടക്കുന്ന കാര്യമില്ല. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിമാരകമായ എന്തെങ്കിലും സാധനം ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ തൂക്കുകയറൊക്കെ. അപ്പം എന്താ പറയുക വല്ല തീവ്രവാദ ബന്ധമോ അത്തരത്തിലുള്ള യാസർ അറഫാത്തിൻ്റെ അല്ല നമ്മളിവിടെ വലിയൊരു എന്താ പറയുക ഒരു ബോംബാക്രമണം ഉണ്ടായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇതുണ്ടായിരുന്നല്ലോ തൂക്കിക്കൊല. അപ്പം അങ്ങനത്തെ ഉള്ള കാലങ്ങളിൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ തൂക്കിക്കൊല്ലലൊക്കെ നടക്കുള്ളൂ. അല്ലാത്ത സമയത്തോടത്തോളം ഇവർക്ക് എന്താ പറയുക ജീവപര്യന്തം തടവ് എന്നുള്ള സാധനം അങ്ങേയറ്റം കിട്ടാൻ പോകുന്ന ഒരു സാധനം. അത് ഈ പറഞ്ഞ പോലെ 14 വർഷം പിന്നെ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള സാധനമേ ഉള്ളൂ. അപ്പം ഇത്തരത്തിൽ ഒരുപാട് ലൂപ്പ് ഹോൾ നമ്മളിതിലുണ്ട്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ കുറച്ച് നല്ല കാര്യങ്ങൾ ഈ അറേബ്യൻ കൺട്രീസിലുണ്ട്. എല്ലാ കാര്യവും നല്ലതെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. അല്ല, എവിടെയായാലും സത്യം ജയിക്കണം. അതായത് ഇപ്പൊ നിയമത്തിന്റെ പരിരക്ഷയിലൂടെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും ഇത് സാന്ദർഭികമായിട്ട് സംഭവിച്ചു പോയതല്ലോ. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്നു, നമ്മളുടെ ജീവന് തന്നെ അപകടം ഉണ്ടാകിയേക്കാവുന്ന രീതിയിൽ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നു, നമ്മൾ മരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ മരിക്കുന്നു കാണുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ജീവന് ഹാനികരമായിട്ട് വന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുത്തേ പറ്റൂ. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ വധശിക്ഷ എല്ലാ കുറ്റങ്ങൾക്കും കൊടുക്കണമെന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വളരെ ബോധപൂർവ്വം ഈ കുട്ടികൾ ഇവിടെ നിന്ന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ NOCക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്ന ആ നിമിഷം മുതൽ കച്ചവടം ഉറപ്പിക്കപ്പെടുന്നു. അവരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് കച്ചവടം ഉറപ്പിക്കപ്പെടുമ്പോൾ വളരെ ആസൂത്രിതമായിട്ട് നടന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആസൂത്രിതമായിട്ട് ഇത്രത്തോളം മൃഗീയമായൊരു കുറ്റകൃത്യം രൂപകൽപ്പന ചെയ്ത ആളുകൾക്ക് ഒരു കാരണവശാലും നിയമത്തിന്റെ പരിരക്ഷ കൊടുക്കാൻ പാടില്ല. അവിടെ ശരീരത്തിൽ എന്താ വിധിക്കണമെന്ന് വെച്ചാൽ ആ രാജ്യത്ത് വെച്ച് നടന്ന കാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന്. കാരണം നമ്മൾ ഒരു കാരണവശാലും ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളിലും അങ്ങേയറ്റം നമ്മൾ മതിപ്പുള്ള ആൾ തന്നെയാണ്. മറ്റേത് ശിക്ഷാ സമ്പ്രദായത്തെക്കാളും അല്ലെങ്കിൽ ജനാധിപത്യത്തെക്കാളും ഇന്ത്യയിലെ ജനാധിപത്യത്തിന് വലിയൊരു സ്വീകാര്യതയുണ്ട് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. എപ്പോഴും നമ്മളത് നമ്മുടെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവിടെ നടന്നൊരു കുറ്റകൃത്യത്തിന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വിചാരണ നടത്തി ഇവിടുത്തെ ശിക്ഷാ നിയമപ്രകാരം അതിനൊരു ആ കണ്ണിലൂടെ നോക്കിക്കാണാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ തെളിവെടുപ്പിനൊക്കെ അങ്ങോട്ട് ആൾക്കാരെ അതൊന്നും നടക്കുന്ന കാര്യം ഒരുപാട് എക്സ്പെൻസീവ് ആണ്. എത്രത്തോളം ഇതിന് പ്രതീക്ഷ ഉണ്ടെന്നുള്ള കാര്യം വളരെ, കാരണം അവിടെ നടന്ന സംഭവമാണല്ലോ. ഇവിടുന്ന് പോലീസിനെ അവിടെ വിടുന്നു, അവിടുന്ന് റിപ്പോർട്ട് എടുക്കുന്നു, അവിടുന്ന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക അവിടെ പോയി അന്വേഷിക്കുക എന്നുള്ള സ്ഥലങ്ങൾ നടന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്
അപ്പം ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് വേറൊരു രാജ്യമാകുമ്പോൾ. അല്ല അവസ്ഥ അത് ഒക്കെ ശരിയാണ്. കാരണം ഇപ്പൊ ആരാണ് പീഡിപ്പിക്കപ്പെട്ട് ആരാണ് കുറ്റവാളി അല്ലെങ്കിൽ കുറ്റവാളിയല്ല ആരാണ് ഇതിന്റെ ഇരയായവർ എന്നുള്ളത് കൃത്യമായി അവരവിടെ പരാതി അവിടുത്തെ എന്താണ് നിയമ സംവിധാനങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളൂ. അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ നിന്ന് ഒരുക്കി കൊടുത്താൽ മതിയാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ പ്രതികളുടെ സിന്ധുവിന്റെ അക്കൗണ്ടിലോട്ടൊക്കെ വന്ന പൈസയും അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയിലൂടെ അക്കൗണ്ടിലോട്ട് വന്ന പൈസ എല്ലാം പോലീസ് ഇപ്പം കണ്ടെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പൈസ വന്ന് ആര് മുഖാന്തരമാണ് വന്നതെന്നുള്ളതും പലതരത്തിലുള്ള വലിയ റാക്കറ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരും പോലീസും പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ അറിയാം എങ്ങോട്ടാണ് ഇതിൻ്റെ യഥാർത്ഥ പോക്ക് എന്നുള്ളതും ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളതും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു പോകുമ്പം അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ എന്താ പറയുക കുട്ടികളെ പറഞ്ഞയക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ പറയാം. തീർച്ചയായും ഇപ്പം നോർക്കയൊക്കെ വന്നതിന് ശേഷം ആ രജിസ്ട്രേഷനിലേക്ക് ഒരുപാട് നോർക്ക രജിസ്ട്രേഷനിലൂടെയൊക്കെ പോകുന്ന ആളുകൾക്ക് തീർച്ചയായും പറയുന്ന ജോലിയും പറയുന്ന ശമ്പളവും താമസ സൗകര്യങ്ങളും എല്ലാം കിട്ടാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ബന്ധപ്പെട്ട് ഇപ്പോഴും പുറത്തേക്ക് പോകുന്ന ആൾ അവരാരും മോശക്കാരല്ല, അഭ്യസ്ത വിദ്യര് തന്നെയാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ അനുഭവ പാഠമായിരിക്കണം. നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മുടെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഒരു പെൺകുട്ടികൾക്കും ഒരു കാരണവശാലും ആരിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പീഡനം ഉണ്ടാകാനുള്ള ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല. അതിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിഷയത്തിൽ ഏറ്റവും മാതൃകാപരമായ രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം. അവിടെ മനസാക്ഷിക്ക് ഒരു കാരണവശാലും പ്രസക്തിയില്ല. കാരണം മനസാക്ഷി രഹിതമായ രീതിയിലാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ നിയമ നടപടി അത് ഇന്ത്യയിലേതായാലും അല്ലെങ്കിൽ വിദേശത്തേതായാലും ഏതാണെന്നുള്ളത് ആ രീതിയിൽ മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കണം.